ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രസ്സിൻ്റെ ഡിസൈനിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു 3 പാനലായിട്ട് ഒരു അനാർക്കലി സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പേപ്പറിൽ വെച്ച് ചെയ്തിട്ടും അല്ലാതെ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ജസ്റ്റ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റ്സിലും നിങ്ങൾ അയക്കുന്ന ഓരോ ലൈക്സിലാണ് നമ്മൾ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 3 പാനലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ടോപ്പോ പലാസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അയയ്ക്കുക. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ക്ലോത്ത്സ് കാര്യങ്ങളാണ്. ജസ്റ്റ് എത്ര മീറ്റർ വേണമെന്നൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മളൊരു ടോപ്പ് ചെയ്യുമ്പോൾ ഒരു പലാസ ചെയ്യുമ്പോൾ എത്ര മീറ്റർ ക്ലോത്ത് എടുക്കണം എന്നൊക്കെ ഉണ്ടാവും. നമ്മളൊരു എക്സൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ഹൈറ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ മതി കേട്ടോ. നമ്മുടെ ടോപ്പിന് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പാൻറ്റിന് 2.5 മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള ലൈനിങ് രണ്ടിനും കൂടി പാൻറ്റിനും നമ്മൾ ടോപ്പിനും നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 5 മീറ്റർ നമ്മൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾ അതേപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ഷോൾ വേറെ തന്നെ വാങ്ങിയതാണ് കേട്ടോ. അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഷോളിന്. അതേപോലെ ഈ ഒരു മെറ്റീരിയലിനും അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലെയിൻ ക്ലോത്തിന് ഇല്ലെങ്കിലും ഈ ഒരു ക്ലോത്തിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മളെ കാര്യങ്ങൾ. ഇത് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുക. ഇത് ഇങ്ങനെ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് പേപ്പറിൽ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടി മനസ്സിലാവുക. ഇത് നമ്മൾ ഇങ്ങനെ 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം 3 എണ്ണമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു 3 പാനലായിട്ട് നമ്മൾ ഡ്രസ്സിൽ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ 3 പാനലായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആം ഹോള് ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യും. ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ ഒരു അനാർക്കലി സ്റ്റൈൽ അതിനെക്കൊണ്ട് സൈഡ് ഓപ്പൺ അല്ലല്ലോ, ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ഞാൻ എൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 9.5 ആണ്. പിന്നെ ഷേപ്പ് 8.5 കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഹിപ്പ് വരുന്നത് 10.5. ഇത്രയാണ് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു 3 പാനൽ അനാർക്കലി നമ്മൾ ചെയ്തിട്ടുള്ളതെന്നും കൂടി നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ലീവിനായിക്കോട്ടെ പാൻറ്റിനായിക്കോട്ടെ നമ്മളെ ടോപ്പിനായിക്കോട്ടെ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്യുക. അങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ 2 ഭാഗത്തേക്കും നമുക്ക് ഫ്രണ്ടിലും വേണം ബാക്കിലും വേണം, അങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രമാണ് നമ്മൾ 3 പാനൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. ഇത് 2 ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ പാനൽ കൊടുക്കുന്നതിനെ കൊണ്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫുൾ ലെങ്ത്താണ്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ഒരു 46 ലെങ്ത്തിലാണ്. നമ്മൾ അനാർക്കലി ആകുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 48 വരെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു 46ൽ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തിൽ അവിടെ നമ്മൾ 4 കൊടുക്കും. ഷോൾഡറിൻ്റെ അവിടെ 4 മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് നമ്മളൊരു 17 ഇഞ്ചിൽ താഴത്തേക്ക് നമ്മളൊരു 8 ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാനലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ പിന്നെ നമ്മൾ ജോയിൻ ചെയ്യേണ്ട ആ കട്ട് ചെയ്ത ഭാഗമല്ല, നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന എൻഡിൽ വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമല്ലേ, അതാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് വരിക. 2 സൈഡിലേക്കും താഴത്തേക്ക് വീതി കൂടിയിട്ട് മുകളിൽ വീതി കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ 2 സൈഡിലായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ 3 പാനലായിട്ട് കിട്ടും. ഈ 3 പാനലായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ആം ഹോള് ഷോൾഡർ കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഷേപ്പിൻ്റെ അവിടെ വെച്ചൊരു ഷേപ്പ് നമുക്ക് 8.5 ആണ് വരുന്നത്. 8.5ൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു അനാർക്കലി സ്റ്റൈലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാറ്റേൺ ആണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ പാനൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി നമ്മൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം.
4ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ 4 മാർക്ക് ചെയ്യും. അതിനുശേഷം 17 ഇഞ്ചിൽ ലെങ്ത്തിൽ നമ്മൾ 17 ഇഞ്ചിൽ നിന്ന് അവിടുന്ന് താഴത്തേക്കായിട്ട് ഒരു 8 ഇഞ്ചാണ് താഴത്ത് നമ്മൾ കൊടുക്കുന്നത്. ആ ജസ്റ്റ് ഷേപ്പിനാണ് കേട്ടോ നമ്മൾ ആ 17 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ അവിടുന്ന് താഴത്തേക്ക് അങ്ങനെ നമ്മൾ ആ ഒരു ഷേപ്പിൽ 8 ഇഞ്ചിലേക്ക് താഴത്തേക്ക് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 2 ഇതിൽ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും വരുന്നതിനെ കൊണ്ട് 2 എണ്ണമായിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷന് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലേക്ക് വരുമ്പം വീതി കുറഞ്ഞതും താഴത്തേക്ക് വരുമ്പോൾ വീതി കൂടിയതുമാണ്. നമ്മൾ ക്ലോത്തിൽ ചിലത് വീതി കൂടിയത് വീതി കുറഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വീതി കുറഞ്ഞതാണ് മുകളിലേക്കും വീതി കൂടിയതാണ് താഴത്തേക്ക്. കാരണം ആ ഒരു അനാർക്കലി നമുക്ക് ആ ഒരു കുറച്ച് വീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ അത് വീതി ഉള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇതേപോലെ സ്ട്രെയിറ്റ് പോർഷന് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഫസ്റ്റ്. അതേപോലെ മറ്റേ സൈഡിൽ അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യും. എന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും